നമ്മൾ പല സ്ഥലങ്ങളിലും പരാമർശിച്ച് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ചെർണോബിലിലെ ആണവ ദുരന്തം എന്ന് പറയുന്നത്. ലോക ചരിത്രത്തിൽ ഈ ആണവ ദുരന്തം കൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആണവോർജ മേഖലയിലും ഈ ഒരു സംഭവം കൊണ്ട് വലിയ ചില മാറ്റങ്ങൾ മുന്നോട്ട് വരുന്നത് കാണാം. ചെർണോബിലിൽ സംഭവിച്ച ആണവ ദുരന്തത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പലരും പല കാലങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ദുരന്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഈ ചെർണോബിൽ ആണവ ദുരന്തം നടക്കുന്ന ചെർണോബിൽ എന്ന സ്ഥലം പഴയ USSRന്റെ സോവിയറ്റ് യൂണിയന്റെ കീഴിൽ ഇന്നത്തെ ഉക്രൈൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് കാണാം. 1986 ഈ ഒരു ആണവ ദുരന്തം നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സമയം ലോക ചരിത്രത്തിൽ ശീതയുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. അമേരിക്കയും USSRും തമ്മിൽ നടക്കുന്ന കോൾഡ് വാറിൻ്റെ സമയമാണ് എന്ന് നമുക്കറിയാം. ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ പലതരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇവരുടെ ഇടയിൽ പല മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ന്യൂക്ലിയർ വാർ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടുള്ള യുദ്ധമല്ല, ആണവ മേഖലയിൽ ഓരോ രാജ്യവും കൈവരിച്ച നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ മത്സരം രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് USSRന്റെ കീഴിൽ ഒരുപാട് ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാം. അപ്പോൾ USSRന്റെ കീഴിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആണവ നിലയമായിരുന്നു ഈ ചെർണോബിലിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പേര് വ്ളാഡിമിർ ലെനിൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നായിരുന്നു. ഇതിൽ 4 റിയാക്ടറുകളായിരുന്നു ഉണ്ടായിരുന്നത്. 1970കളിൽ ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിയാക്ടറായിരുന്നു റിയാക്ടർ നമ്പർ 4 എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ ദുരന്തം ഉണ്ടാകുന്നത്, ചെർണോബിൽ ദുരന്തം ഉണ്ടാകുന്നത് ഈ 4th റിയാക്ടറിലാണ് എന്ന് നമുക്ക് കാണാം. അത് മാത്രമല്ല, ഈ റിയാക്ടറുകൾ RBMK 1000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനിലായിരുന്നു പണി കഴിപ്പിച്ചിരുന്നത്. പലതരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾ നമുക്ക് കാണാം. ചെർണോബിലിലെ റിയാക്ടറുകൾ RBMK 1000 എന്ന ഡിസൈനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെർണോബിലിലെ ദുരന്തം നടന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ ആണവ ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ പലതരത്തിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊരു രീതിയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ജലം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ജലത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ടർബൈനുകൾ കറക്കിക്കൊണ്ടാണ് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. മറ്റൊരു രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറയുന്നതാണ് നമ്മൾ താപനിലയങ്ങൾ അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ടർബൈനുകൾ കറക്കിക്കൊണ്ട് തന്നെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഈ ടർബൈൻ കറക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റീമാണ്. ജലം തിളപ്പിച്ച് അല്ലെങ്കിൽ വെള്ളം ചൂടാക്കി അതിനെ നീരാവിയാക്കി ആ സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കിയിട്ടാണ് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഈ താപവൈദ്യുത നിലയങ്ങളിൽ ജലം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഭൂരിഭാഗം സമയങ്ങളിലും നമ്മൾ കോള് പോലെയുള്ള ഏതെങ്കിലും ഫ്യുവൽ ആയിരിക്കും യൂസ് ചെയ്യുക. കൽക്കരിയൊക്കെ കത്തിച്ചിട്ടാണ് ഈ ജലം ചൂടാക്കുന്നത് എന്ന് കാണാം. ഇനി നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും താപനിലയങ്ങളിലേതുപോലെ തന്നെ ജലം ചൂടാക്കി ആ സ്റ്റീം കൊണ്ടാണ് ടർബൈൻ കറക്കുന്നത് എന്ന് കാണാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആണവോർജ്ജമാണ് എന്നുള്ളതാണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പദാർത്ഥങ്ങളിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ട് ആ ആറ്റങ്ങളിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന എനർജിയെ പുറത്തേക്ക് കൊണ്ടുവരികയും ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ജലം ചൂടാക്കി ജലത്തെ നീരാവിയാക്കി ടർബൈൻ കറക്കിക്കൊണ്ടാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഈ രീതിയിൽ എനർജി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ചെർണോബിലിലെ ന്യൂക്ലിയർ റിയാക്ടറിൽ എങ്ങനെയാണ് വലിയൊരു പൊട്ടിത്തെറിയും ദുരന്തവും ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിന് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നമ്മളൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് റിയാക്ടറിൻ്റെ കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ കോറിലാണ് പ്രധാനമായിട്ടും ഈ ഫിഷൻ നടക്കുകയും എനർജി റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കോറിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട ഏരിയകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫ്യൂവൽ. അപ്പോൾ ഈ ഫിഷൻ നടക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ചില പദാർത്ഥങ്ങൾ ആറ്റങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അത്തരത്തിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഇവിടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് യുറേനിയത്തിൻ്റെയും അതുപോലെ തന്നെ പ്ലൂട്ടോണിയത്തിൻ്റെയും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള ഐസോട്ടോപ്പുകളാണ്. അതൊക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ എങ്ങനെയാണ് ഫിഷൻ നടക്കുന്നത്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസൈലായിട്ടുള്ള അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങളിലേക്ക് ന്യൂട്രോണുകളെ കൊണ്ടുവന്ന് ഇടിപ്പിക്കുകയാണ്. ന്യൂട്രോണുകളുമായിട്ട് ഇത് കൊളൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ ഫിഷൻ നടക്കുന്നത്. ഫിഷൻ നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു ആറ്റത്തെ വേണമെങ്കിൽ മുറിക്കുകയാണ് എന്ന് പറയാം. ഇങ്ങനെ ഫിഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആറ്റത്തെ നമ്മൾ മുറിക്കുമ്പോൾ ആറ്റത്തിനുള്ളിൽ നിന്നും വലിയ എനർജി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ഫിഷൻ നടക്കുമ്പോൾ ഇതിന് എനർജി മാത്രമല്ല പുറത്തേക്ക് വരുന്നത്, പുതിയ ന്യൂട്രോണുകൾ കൂടി റിയാക്ഷൻ്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത് കാണാം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ന്യൂട്രോൺ ഫിസൈലായിട്ടുള്ള ഈ ആറ്റങ്ങളിൽ വന്ന് ഇടിക്കുമ്പോഴാണ് അവിടെ ഫിഷൻ നടക്കുന്നത്. പുതിയ ന്യൂട്രോണുകൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ന്യൂട്രോണുകൾ വീണ്ടും ഈ ഫ്യുവലിലുള്ള മറ്റ് ഫിസൈലായിട്ടുള്ള ആറ്റങ്ങളിലേക്ക് പോയി ഇടിക്കുകയും അവിടെ വീണ്ടും ഫിഷൻ നടക്കുകയും ചെയ്യും. ഈ ഫിഷൻ നടക്കുമ്പോൾ അവിടെ എനർജി പുറത്തേക്ക് വരും. ഈ എനർജിയോടൊപ്പം തന്നെ 3 പുതിയ ന്യൂട്രോണുകൾ പുറത്തേക്ക് വരും. ഈ ന്യൂട്രോണുകൾ വീണ്ടും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആറ്റങ്ങളിൽ പോയി ഇടിക്കുകയും അവിടെ വീണ്ടും ഫിഷൻ നടക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് ന്യൂക്ലിയർ റിയാക്ഷൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും, ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റിയാക്ടറുകളിൽ മറ്റൊരു ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് കൺട്രോൾ റോഡുകൾ അല്ലെങ്കിൽ നിയന്ത്രണ ദണ്ഡുകൾ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് റിയാക്ടറുകളിൽ ബോറോൺ കാർബൈഡ് പോലെയുള്ള മെറ്റീരിയലുകളാണ് ഈ നിയന്ത്രണ ദണ്ഡുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് വരുന്ന ന്യൂട്രോണുകളെ, പുതിയ ന്യൂട്രോണുകളെ ഇവർ അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ഈ റിയാക്ടറിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണത്തെ എപ്പോഴും ബാലൻസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു ചെയിൻ റിയാക്ഷൻ ഇവർ കൺട്രോൾ ചെയ്യുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ റോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റിയാക്ടറിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഫിഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ന്യൂട്രോണുകൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പുതുതായിട്ട് വരുന്ന ന്യൂട്രോണുകൾക്ക് വളരെ വലിയ വേഗതയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ വലിയ വേഗത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുകയില്ല. അപ്പോൾ റിയാക്ഷൻ്റെ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ന്യൂട്രോണുകളുടെ വേഗതയെ നിയന്ത്രിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടറിലെ കോമ്പോണൻറ്റുകളെയാണ് നമ്മൾ മോഡറേറ്റർ എന്ന് വിളിക്കുന്നത്. പണ്ട് കാലത്ത് ഈ മോഡറേറ്ററായിട്ട് ഉപയോഗിച്ചിരുന്നത് ഗ്രാഫൈറ്റ് ആണ് എന്ന് കാണാം. ഇപ്പോൾ പുതിയ റിയാക്ടറുകളൊക്കെ ആണെങ്കിൽ ജലത്തിൻ്റെ വിവിധ വെറൈറ്റീസ് ഒക്കെയാണ് മോഡറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോഡറേറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂട്രോണുകളുടെ സ്പീഡിനെയാണ് മോഡറേറ്റ് ചെയ്യുന്നത്. ന്യൂട്രോണിൻ്റെ സ്പീഡിനെ മോഡറേറ്റ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ ന്യൂക്ലിയർ റിയാക്ഷൻ നടന്നു മുന്നോ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ സ്പീഡൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. സോ മോഡറേറ്റർ എന്ന പേര് കേൾക്കുമ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ വേഗതയെ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അത് ന്യൂട്രോണിൻ്റെ വേഗതയാണ് നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ന്യൂക്ലിയർ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാനാണ് ഈ മോഡറേറ്ററുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കാറിനോട് ഇതിനെ ഉപമിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കാർ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കോറാണെങ്കിൽ ആ കാറിൽ നമ്മൾ പെട്രോൾ, ഡീസൽ പോലെയുള്ള ഫ്യൂവലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫിസൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഫ്യൂവൽസ് എന്ന് പറയുന്നത്, ഒരു ന്യൂക്ലിയർ റിയാക്ടറിലെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കൃത്യമായിട്ട് എനർജി ജനറേറ്റ് ചെയ്യുകയുള്ളൂ. ഇനി നമ്മൾ കാറിൻ്റെ ആക്സിലേറ്റർ ഉപയോഗിക്കുന്നപ്പോഴാണ്, കാറിൻ്റെ സ്പീഡ് കൂട്ടാൻ നേരത്താണ് നമ്മൾ ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത്. ഈ ന്യൂക്ലിയർ റിയാക്ടറിലെ മോഡറേറ്റർ ഈ ഒരു ആക്സിലേറ്റർ പോലെയാണ് എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ കാറിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഈ ബ്രേക്കിന് തത്തുല്യമായിട്ട് ന്യൂക്ലിയർ റിയാക്ടറിലുള്ളത് കൺട്രോൾ റോഡാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കോറിനുള്ളിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കോറിനുള്ളിൽ എനർജി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ വെളിയിലാണ് എന്ന് കാണാം. ഇവിടെ നമ്മൾ ജലമാണ് ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഉള്ളിൽ ഒരുപാട് എനർജി ജനറേറ്റ് ചെയ്യും. ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട്, ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജലത്തെ നീരാവിയാക്കി മാറ്റും. ഈ നീരാവി അല്ലെങ്കിൽ സ്റ്റീമാണ് ടർബൈനിനെ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഈ സ്റ്റീമിന് എപ്പോഴും സ്റ്റീമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ സ്റ്റീമിനെ തണുപ്പിച്ച് നമ്മൾ വീണ്ടും ജലമാക്കി മാറ്റണം. കാരണം ഈ ജലം വീണ്ടും ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കോറിൽ വന്നിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്ത് സ്റ്റീമായി പുറത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ജലത്തെ തണുപ്പിക്കണം. ഈ ജലത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുള്ള വാട്ടർ തന്നെയാണ്, ജലം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കൂളൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് ന്യൂക്ലിയർ റിയാക്ടർ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഏത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത് ഒരു വാട്ടർ ബോഡി, നദിയോ കടലോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കാണാം. അവിടെ ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ ജലത്തെയാണ് നമ്മൾ കൂളൻ്റായിട്ട് ഉപയോഗിച്ച് ഈ നീരാവിയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്, തമിഴ്നാട്ടിലുള്ള കൂടംകുളം ആണവ നിലയം നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് കടലിൽ കുറച്ചധികം ജലം ഇങ്ങനെ ഒരു ഏരിയ ആയിട്ട് കെട്ടി തിരിച്ച് മാറ്റിയിരിക്കുന്നത് കാണാം. ഇത് കൂളൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ആണവ നിലയത്തിൽ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് എന്നും എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെർണോബിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ചെർണോബിലിൽ 4 റിയാക്ടറുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിയാക്ടർ ആയിരുന്നു റിയാക്ടർ നമ്പർ 4. അവിടെയാണ് ഈ പൊട്ടിത്തെറിയും ദുരന്തവും ഒക്കെ ഉണ്ടാകുന്നത്. 1986 ഏപ്രിൽ മാസം 25-ാം തീയതി ഈ 4ാമത്തെ റിയാക്ടറിൽ അവർ ചില ടെസ്റ്റുകളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുകയാണ് റിയാക്ടറിൻ്റെ പെർഫോമൻസ് ഒക്കെയായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് 1600 മെഗാവാട്ടാണ് ആ ഒരു സമയത്ത് ഈ ഒരു റിയാക്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ 1600 മെഗാവാട്ട് എന്ന റിയാക്ടറിൻ്റെ ഔട്ട്പുട്ട് അവർക്ക് 700 മെഗാവാട്ടായിട്ട് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു കാറിൻ്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഈ റിയാക്ടറിൻ്റെ ഔട്ട്പുട്ട് കുറയ്ക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? കൺട്രോൾ റോഡുകൾ ഉപയോഗിക്കണം. കൂടുതൽ കൺട്രോൾ റോഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ന്യൂട്രോണുകളെ അവർ അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് റിയാക്ഷൻ്റെ സ്പീഡ് കുറയുകയും ഔട്ട്പുട്ട് കുറയുകയും ചെയ്യും. സോ ഇത് തന്നെയാണ് ചെർണോബിലിൽ സംഭവിച്ചത്. അവർ കൂടുതൽ കൺട്രോൾ റോഡുകൾ ഉപയോഗിക്കുകയും ഈ 1600 എന്നുള്ളത് കുറച്ച് 700 ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരങ്ങനെ കൺട്രോൾ റോഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. 700 മെഗാവാട്ടിലും താഴേക്ക് ഈ റിയാക്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരുപാട് താഴേക്ക് പോവുകയാണ്. 30 മെഗാവാട്ടൊക്കെ ആയിട്ട് ഈ ഔട്ട്പുട്ട് കുറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഔട്ട്പുട്ട് ഇങ്ങനെ കുറയുന്നത് എന്ന് അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി.
ഇവിടെ ഈ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ നടന്നു കഴിയുമ്പോൾ സീനോൺ 135 പോലെയുള്ള ചില ഗ്യാസുകൾ ഫോം ചെയ്യും. അപ്പോൾ ഈ സീനോൺ ഗ്യാസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കൺട്രോൾ റോഡുകൾ ചെയ്യുന്നത് പോലെ തന്നെ ന്യൂട്രോണുകൾ ഈ സീനോൺ ഗ്യാസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ സാധാരണ നോർമലായിട്ടൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ റിയാക്ടറിൽ റിയാക്ഷനൊക്കെ നടക്കുമ്പോൾ ഈ ഫോം ചെയ്യുന്ന സീനോൺ ഗ്യാസ് അപ്പോൾ തന്നെ കത്തി തീരുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഔട്ട്പുട്ടും ഈ റിയാക്ഷൻ്റെ അളവൊക്കെ ഒരുപാട് കുറഞ്ഞതുകൊണ്ട് ഈ ഫോം ചെയ്ത സിനോൺ ഗ്യാസ് അവിടെ തന്നെ നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ന്യൂട്രോണുകളെ അബ്സോർബ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് റിയാക്ഷൻ സ്പീഡ് കുറയുകയും ഔട്ട്പുട്ട് കുറയുകയും ഒക്കെയാണ് ചെയ്തത്. സീനോൺ പോയ്സണിങ് എന്നൊക്കെയാണ് ഈ ഒരു അവസ്ഥയെ സാധാരണയായിട്ട് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ 30 മെഗാവാട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പരീക്ഷണം നടത്താൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഔട്ട്പുട്ട് വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകണം, റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടണം. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ ആവശ്യത്തിൽ കൂടുതൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കാറിൻ്റെ വേഗത ഒരുപാട് കുറയുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെറുതായിട്ടൊന്ന് ലൂസാക്കും. അത് തന്നെയാണ് ഈ റിയാക്ടറിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. ഇവർ കൺട്രോൾ റോഡുകളെ ഈ റിയാക്ടറിൻ്റെ കോറിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. കാരണം കൺട്രോൾ റോഡുകൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ന്യൂട്രോണുകൾ ഉണ്ടാവുകയും റിയാക്ഷൻ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. സോ ഈ ടെസ്റ്റ് നടക്കുന്നത് രാത്രിയിലാണ് എന്ന് കാണാം. രാത്രി ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഈ റിയാക്ടറിൻ്റെ ഔട്ട്പുട്ട് 200 മെഗാവാട്ടിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു. പക്ഷേ അവർക്ക് 700 മെഗാവാട്ടാണ് വേണ്ടത്. സോ അതിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫീസർ ഇവരുടെ അടുത്ത് പറയുകയാണ്, ഭൂരിഭാഗം കൺട്രോൾ റോഡുകളും ഈ റിയാക്ടർ കോറിൻ്റെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ 211 കൺട്രോൾ റോഡുകളായിരുന്നു ഈ 4th റിയാക്ടറിൻ്റെ കോറിലുണ്ടായിരുന്നത്. അതിൽ 8 എണ്ണം ഒഴികെ ബാക്കി എല്ലാ കൺട്രോൾ റോഡുകളും ഇവർ ഒരേ സമയം പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അവിടെ സേഫ്റ്റി പ്രോട്ടോക്കോളിനെ വയലേറ്റ് ചെയ്യുന്നത് കാണാം. ആ റിയാക്ടറിൻ്റെ സേഫ്റ്റി പ്രോട്ടോക്കോളിൽ പറയുന്നുണ്ടായിരുന്നു ഏതൊരു സമയത്തും മിനിമം 15 കൺട്രോൾ റോഡുകളെങ്കിലും ഈ റിയാക്ടർ കോറിൽ ഉണ്ടായിരിക്കണം എന്നാണ് അവിടുത്തെ സേഫ്റ്റി പ്രോട്ടോക്കോൾ. പക്ഷേ അതിനെ ലംഘിച്ചുകൊണ്ട് വെറും 8 എണ്ണം മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ കൺട്രോൾ റോഡുകളും ഒരേ സമയത്ത് ഇവിടെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ കൺട്രോൾ റോഡുകളൊക്കെ ഇങ്ങനെ പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1:19 ആയപ്പോഴത്തേക്കും ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻ നടക്കാൻ തുടങ്ങുകയും ഈ റിയാക്ടറിൻ്റെ ഔട്ട്പുട്ട് ഇവർ വിചാരിച്ചതിലും കൂടുതൽ വളരെ മുകളിലേക്ക് സ്പൈക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ റോഡെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ന്യൂട്രോണുകൾ ഉണ്ടാകുന്നു. ഈ ന്യൂട്രോണുകളെല്ലാം കൂടെ വലിയൊരു ചെയിൻ റിയാക്ഷന് കാരണമാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ റിയാക്ടറിൻ്റെ ഉള്ളിലുള്ള ജലം നീരാവിയായി എന്ന് മാത്രമല്ല കൂളൻ്റ് വരെ ചൂടായി നീരാവിയാവാൻ തുടങ്ങണം. അത്രയും വലിയൊരു ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ നീരാവി പുറത്തേക്ക് വന്നു, സ്റ്റീം പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഈ സ്റ്റീമിനെ തണുപ്പിക്കാൻ സാധിക്കുന്നില്ല, കാരണം കൂളൻ്റ് നീരാവിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു സീനോൺ ഗ്യാസ് നേരത്തെ ഫോം ചെയ്തതുകൊണ്ടാണ് ഈ ന്യൂട്രോണുകളെ അബ്സോർബ് ചെയ്ത് ഈ റിയാക്ടറിൻ്റെ ഔട്ട്പുട്ട് താഴേക്ക് പോരുന്നത്. ഇവിടെ വലിയൊരു ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സീനോൺ ഗ്യാസും കത്തിത്തീരുകയാണ്. അതായത് നേരത്തെ ന്യൂട്രോണിനെ നിയന്ത്രിച്ച് നിർത്തിയ സീനോൺ ഗ്യാസും അവിടെയില്ല. അങ്ങനെ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ മേലെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുകയും ഒരുപാട് പവർ ജനറേറ്റ് ചെയ്യുകയും അങ്ങനെ ഇവിടെ ഒരു വലിയ സ്പൈക്ക് ഉണ്ടാവുകയും ചെയ്യുകയാണ്. സോ ഇപ്പോൾ നമ്മുടെ കാറിൻ്റെയൊക്കെ സ്പീഡ് നിയന്ത്രണം വിട്ട് ഒരുപാട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് എന്താണ് ചെയ്യുക? നല്ല രീതിയിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യും. സോ അത് തന്നെയാണ് ഈ ചെർണോബിൽ ന്യൂക്ലിയർ റിയാക്ടറിലെ ആളുകളും ചെയ്തത് എന്ന് കാണാം. അവർക്കൊരു എമർജൻസി സ്വിച്ച് ഉണ്ടായിരുന്നു. ഈ എമർജൻസി സ്വിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൺട്രോൾ റോഡുകളെല്ലാം തിരിച്ച് ഈ കോറിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. സോ കൺട്രോൾ റോഡുകളെല്ലാം കൂടെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ലോജിക്കലായിട്ട് അവർ ആലോചിച്ചു. പക്ഷേ ഇവിടെയാണ് ഈ RBMK റിയാക്ടറുകളുടെ ഏറ്റവും വലിയൊരു ഡിസൈൻ ഫ്ലോ വെളിവാകുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൺട്രോൾ റോഡുകളിൽ പലതിൻ്റെയും അറ്റത്തുള്ള ഒരു ചെറിയ ഭാഗം ഗ്രാഫൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അത് നിർമ്മിക്കുന്നത് സയൻറ്റിഫിക് ആയിട്ട് അതിന് റീസൺസ് ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സോ നിയന്ത്രണമില്ലാതെ ന്യൂക്ലിയർ റിയാക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കൺട്രോൾ റോഡുകളെല്ലാം കൂടെ തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള ഗ്രാഫൈറ്റ് ആണ് ഈ കോറിലേക്ക് ആദ്യം കടന്നു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഗ്രാഫൈറ്റിനെ ഉപയോഗിക്കുന്നത് ഒരു മോഡറേറ്റർ ആയിട്ടാണ്. അതായത് നമ്മൾ ആക്സിലേറ്റർ ചവിട്ടുന്നത് പോലെ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫൈറ്റിനെ ഉപയോഗിക്കുന്നത്. സോ ഈ കൺട്രോൾ റോഡുകളുടെ അറ്റത്തുള്ള ഗ്രാഫൈറ്റ് എല്ലാം കൂടെ ഈ കോറിൻ്റെ ഉള്ളിലേക്ക് ഒന്നിച്ചിങ്ങ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, അതായത് നമ്മൾ നിയന്ത്രണം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്റർ ചവിട്ടുന്നതിനുള്ള ഒരു എഫക്റ്റാണ് ഇവിടെ ഉണ്ടാവുന്നത് എന്ന് കാണാം. ഈ റിയാക്ഷൻ്റെ സ്പീഡ് വീണ്ടും കൂടുകയും ഏകദേശം 33,000 മെഗാവാട്ടിലേക്ക് ഈ 4th റിയാക്ടറിൻ്റെ ഔട്ട്പുട്ട് എത്തുകയും അവിടെ വലിയൊരു സ്ഫോടനം നടക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു സ്ഫോടനം നടന്നു, എന്നാൽ 2-3 സെക്കൻഡുകൾക്കകം രണ്ടാമതൊരു സ്ഫോടനവും കൂടി നടന്നു. കാരണം ഈ കൺട്രോൾ റോഡുകളുടെ അറ്റത്തുള്ള ഗ്രാഫൈറ്റിനെല്ലാം പെട്ടെന്ന് തീ പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും രണ്ടാമതൊരു എക്സ്പ്ലോഷനും കൂടെ നടക്കുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ട് വലിയ ഹീറ്റും വലിയ തീയും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഹീറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കോറ് വരെ ഉരുകി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ സീനിലേക്ക് ആദ്യം എത്തുന്നത് ഫയർ ഫൈറ്റേഴ്സ് ആണെന്ന് കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവുകയും വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. അവർ ഈ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു സാധാരണ തീയാണ് എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് തീ അണയ്ക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു.
പക്ഷെ പിന്നീടാണ് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുന്നത്, 100 ടണ്ണിലധികം വരുന്ന വളരെയധികം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയധികം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ഇത് എന്ന് അവർ പിന്നീട് തിരിച്ചറിയുന്നു. അപ്പോൾ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം പോവുകയും ഈ സീനുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള പല ഫയർ ഫൈറ്റേഴ്സിനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ വളരെയധികം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഭൂരിഭാഗം പേരും മരണപ്പെടുകയും ചെയ്യുകയാണ്. ഏകദേശം 10 ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ റിയാക്ടറിലെ തീ അണയ്ക്കാനൊക്കെ ഇവരെ കൊണ്ട് സാധിക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ വേസ്റ്റ് ഒക്കെ പുറത്ത് നിൽക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഇവിടുത്തെ മറ്റൊരു അപകടം എല്ലാവരും തിരിച്ചറിയുന്നത്. തീ അണച്ചുവെങ്കിലും അവിടുത്തെ ചൂടിന് അല്ലെങ്കിൽ അവിടുത്തെ താപത്തിന് ശമനം കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ അടിയിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വാട്ടറാണുള്ളത്. സോ ഇവിടുത്തെ കോർ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ താപം പല സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ ഹീറ്റ് ആ ഒരു വാട്ടർ ടാങ്കിൽ എത്താമെന്നും ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഈ വാട്ടർ, ഈ ജലം നീരാവിയായി മാറുമെന്നും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവിടെ മൂന്നാമത് വലിയൊരു എക്സ്പ്ലോഷൻ നടക്കും എന്നെല്ലാവരും തിരിച്ചറിയുകയാണ്. അപ്പോൾ ജലം ഒറ്റയടിക്ക് നീരാവിയായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ നടക്കും. അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാ സ്ഥലത്തേക്കും റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റീമും കൂടെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ യൂറോപ്പ് മുഴുവൻ അതിൻ്റെ ആഘാതം ഉണ്ടാവുമെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. അപ്പോൾ ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്മാർ ഈ വാട്ടർ ടാങ്കിൽ ഇറങ്ങി അതിൻ്റെ വാൽവ് തുറന്നു വിട്ട് ഈ വാട്ടർ ടാങ്കിനെ എംപ്റ്റി ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു സൊല്യൂഷൻ. പക്ഷേ ജീവൻ പണയം വെച്ചുകൊണ്ടല്ലാതെ ഈ വാട്ടർ ടാങ്കിൽ ഇറങ്ങാൻ പറ്റുകയില്ല എന്ന് ആളുകൾ തിരിച്ചറിയണം. കാരണം ഹൈലി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വെള്ളമാണ് അവിടെയുള്ളത്. എന്നാൽ 3 പേര്, റഷ്യയിൽ നിന്നുള്ള 3 പേര് ഈ വാട്ടർ ടാങ്കിൽ ഇറങ്ങാൻ നേരിട്ട് മുന്നോട്ട് വരികയും അവർ ഡൈവിംഗ് സ്യൂട്ടുകൾ ഇട്ടുകൊണ്ട് ഈ വാട്ടർ ടാങ്കിലേക്ക് ഡൈവ് ചെയ്യുകയും ഈ വാൽവ് ഓപ്പൺ ചെയ്ത് ആ വാട്ടർ ടാങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വെള്ളം മുഴുവൻ ഒഴുക്കി കളയുകയും ചെയ്ത് വലിയൊരു ദുരന്തം ഒഴിവാക്കുകയാണ്. വലിയ ഹീറോസ് ആയിട്ടാണ് അവരെ പരിഗണിക്കുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു തരത്തിലുള്ള കണ്ടാമിനേഷനും അവർ കേൾക്കുന്നില്ല. കുറേ അധികം കാലം അവർ വീണ്ടും ജീവിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ തീ അണയ്ക്കുന്നു, ഒരു പരിധിവരെ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, മൂന്നാമത്തെ എക്സ്പ്ലോഷനെ തടുക്കാനും ഇവർക്ക് സാധിക്കുന്നു. പക്ഷേ ഇവരുടെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് അവിടെ സ്പ്രെഡായിപ്പോയി. ഈ വേസ്റ്റിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ റേഡിയേഷൻ അടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം റോബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വേസ്റ്റിനെ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. പിന്നീട് മനുഷ്യർ തന്നെ വിവിധ തരത്തിലുള്ള കവചങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത്. ഏകദേശം 1 വർഷം നീണ്ടു നിന്ന ക്ലീനിങ്ങിലൂടെ ഒരു പരിധി വരെ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വാർത്ത പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ ശ്രദ്ധിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീതയുദ്ധം, കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ചീത്തപ്പേരാണ്. മാത്രമല്ല സാമ്പത്തികമായിട്ടൊക്കെ സോവിയറ്റ് യൂണിയൻ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർത്ത അവർ മൂടി വെക്കാൻ ശ്രമിച്ചുവെങ്കിലും ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തുന്നത് കാണാം. സ്വീഡൻ വരെ ഇതിൻ്റെയൊക്കെ അംശങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ സ്വീഡനിലെ ഒരു ലാബോറട്ടറി അവരുടെ അന്തരീക്ഷത്തിൽ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൻ്റെ അളവ് കൂടുന്നത് തിരിച്ചറിയുകയും ഇതെന്തോ ഒരു സംഭവം നടന്നിട്ടാണെന്ന് അവർ മനസ്സിലാക്കുകയും ഈ കാറ്റിൻ്റെയൊക്കെ ഗതി വെച്ചുകൊണ്ട് ഇത് ചെർണോബിലിലാണ് ഇങ്ങനെ ഒരു ദുരന്തം നടന്നതെന്ന് അവർ പിന്നീട് തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും സോവിയറ്റ് യൂണിയനെതിരെ സംശയത്തിൻ്റെ മുൾമുന നീരുന്നു. അപ്പോൾ അതിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ ഭാഗമായിട്ട് 1986 ഏപ്രിൽ 28, അതായത് ഈ സംഭവം നടന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ ഒരു ദുരന്തം നടന്നു എന്ന് വാർത്ത സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ട സമയത്ത് മാത്രമാണ് ഇതിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഭീകരമായ ഒരു ദുരന്തമാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. ഏകദേശം 30 കിലോമീറ്റർ, അതായത് ചെർണോബിൽ പവർ പ്ലാന്റ് നിൽക്കുന്നതിൻ്റെ 30 കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ഭാഗങ്ങളെയെല്ലാം ഒരു എക്സ്ക്ലൂഷൻ സോണായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും അവിടുത്തെ ആളുകളെയെല്ലാം മാറ്റുകയും ചെയ്യുകയാണ്. കാരണം അവർക്കെല്ലാം വലിയൊരു റേഡിയേഷൻ എക്സ്പോഷറാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നും വീണ്ടും പദാർത്ഥങ്ങളൊക്കെ പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ചുറ്റും ഒരു വലിയ കവചം അവർ നിർമ്മിക്കുകയാണ്. ഒരു വലിയ കവചം കൊണ്ട് അതിനെ മൂടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാക്രോഫാഗസ് എന്നാണ് അവരതിനെ വിളിച്ചിരുന്നത്. എന്നാൽ അതൊരു ലോങ് ടൈം പ്ലാൻ ആയിരുന്നില്ല, വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് നിർമ്മിച്ചത്. 2010 ഈ സാക്രോഫാഗസിന് വെളിയിൽ വീണ്ടും ഒരു വലിയ സുരക്ഷാ കവചം ഗവൺമെൻറ് നിർമ്മിക്കുകയും ഏകദേശം $13 ബില്യൺ ചെലവഴിച്ചുകൊണ്ട് 2019 ഈ രണ്ടാമത്തെ കവചത്തിൻ്റെ പണി ഗവൺമെൻറ് പൂർത്തിയാക്കുകയാണ്. വരുന്ന ഒരു 100 വർഷക്കാലത്തേക്ക് ഇതിനകത്തുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വികിരണങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താൻ ഈ ഒരു കവചം കൊണ്ട് സാധിക്കുമെന്ന് ഗവൺമെൻറ് അവകാശപ്പെടുന്നു. അപ്പോൾ ഈ ചെർണോബിലിലെ ആണവ ദുരന്തം എങ്ങനെയാണ് നടന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ് ഉണ്ടായതെന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരുപാട് ആളുകൾക്ക് ഈ ആണവ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നടന്ന എക്സ്പ്ലോഷൻ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ തീ, മാത്രമല്ല അവിടെ ഉണ്ടായ ചൂട്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ അവിടെ അപ്പം തന്നെ മരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നുണ്ടായ റേഡിയേഷൻ്റെ ഭാഗമായിട്ട് അന്നും ഇന്നും ഇതിന് ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവിടുത്തെ മരങ്ങൾക്ക് പോലും ഇന്നും ആ ഒരു റേഡിയേഷൻ്റെ എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ചെർണോബിലിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ മരങ്ങൾക്കൊക്കെ ഇപ്പോഴും ഒരു റെഡിഷ് ഓറഞ്ച് കളറാണ്. റെഡ് ഫോറസ്റ്റ് എന്നാണ് ആ ഒരു ഏരിയ ഇപ്പോഴും ആളുകൾ വിളിക്കുന്നതെന്ന് കാണാം. അപ്പോൾ പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ ഒരു ആണവ ദുരന്തത്തിന് സാധിച്ചു എന്ന് മനസ്സിലാക്കാം. ഇനി അത് മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ഒരു പരിധിവരെ കാരണമായതും ഈ ചെർണോബിൽ ആണവ ദുരന്തമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 235 ബില്യൺ ഡോളറിൻ്റെ നഷ്ടം സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നു. ഓൾറെഡി സാമ്പത്തികമായി പരിങ്ങലിലായിരുന്നു സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മോശമാവാൻ ഈ ആണവ ദുരന്തം കാരണമായി എന്ന് മാത്രമല്ല, ഈ ഒരു സംഭവം മറച്ചു വെച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് തിരിച്ചടികൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടാവുകയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് അത് നയിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ പ്രവർത്തനമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പുതിയ സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവരാനും ഈ ആണവ ദുരന്തം കൊണ്ട് സാധിച്ചു തിരിച്ചറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ പുതിയ റിയാക്ടറുകളിലെല്ലാം മോഡറേറ്ററായിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ജലം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു വലിയ ചൂടുണ്ടായി കഴിയുമ്പോൾ ജലം നീരാവിയാവുന്നു. കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന ജലവും നീരാവിയായിട്ട് വലിയ രീതിയിലുള്ള റിയാക്ഷൻ നടക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പുതിയ റിയാക്ടറുകളിൽ നമ്മൾ ജലം ഈ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, റിയാക്ഷനൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ജലം നീരാവിയാവുന്നു. അപ്പോൾ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ജലവും നീരാവിയാവുന്നതിൻ്റെ ഭാഗമായിട്ട് റിയാക്ടറുകളുടെ ഉള്ളിൽ മോഡറേറ്റർ ഇല്ലാതാവുകയും അതിൻ്റെ ഭാഗമായിട്ട് റിയാക്ഷൻ്റെ സ്പീഡിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങളും സേഫ്റ്റി പ്രിക്കോഷൻസും ഒക്കെ ന്യൂക്ലിയർ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ ആണവ ദുരന്തം കാരണമായി എന്ന് തിരിച്ചറിയുക. ഇതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ചെർണോബിൽ പവർ പ്ലാന്റ് അടച്ചുപൂട്ടിയൊന്നുമില്ല. 3 റിയാക്ടറുകളും കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ 3 റിയാക്ടറുകളും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം 2000 വരെ ഈ 3 റിയാക്ടറുകളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 2000-ന് ശേഷം ഈ പവർ പ്ലാന്റ് അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയാണ്. ഏകദേശം 2028 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അടച്ചു പൂട്ടും എന്നാണ് അധികൃതർ പറയുന്നത്. അതിന് ചുറ്റുമുള്ള 30 കിലോമീറ്റർ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്ക്ലൂഷൻ സോണായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതൊരു അബാൻഡൻ സോണായിട്ട് മാറുകയാണ്. പിന്നീട് മനുഷ്യരാരും അവിടെ താമസിക്കാൻ വന്നിട്ടില്ല. ഒരു അബാൻഡൻഡ് ഏരിയയായിട്ട് ഈ ഒരു എക്സ്ക്ലൂഷൻ സോൺ ഇന്നും തുടരുകയാണ് എന്ന് തിരിച്ചറിയുക. സോ ന്യൂക്ലിയർ റിയാക്ടറുകളും ന്യൂക്ലിയർ പവർ പ്ലാന്റുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ചെർണോബിലിലെ ആണവ ദുരന്തം എങ്ങനെയാണ് ഉണ്ടായത് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.